സമൂഹത്തെയും ഒരു കുടുംബത്തെയൊക്കെ ശക്തിപ്പെടുത്താൻ ഒരു സ്ത്രീക്ക് സാധിക്കുമെന്നതിൽ നമുക്ക് സംശയമില്ല. എന്നാൽ സ്വയമായിട്ടൊന്ന് ഉയരാൻ, സ്വന്തം കോൺഫിഡൻസിനെ ഒരു ലെവൽ കൂടി ഉയർത്താൻ ഒരു ബിസിനസ് തുടങ്ങുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ സ്വന്തം കോൺഫിഡൻസിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു യുവ സംരംഭകയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് പരിചയപ്പെടാം. പേരെന്താണ്, എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ പേര് ജീന. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട് ഇവിടെ ചങ്ങനാശ്ശേരിയിലാണ്. ഹസ്ബൻഡ് ഞാൻ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് ഇടുക്കിയിലാണ്. അപ്പോൾ അവിടുന്ന് ഒരു ബ്രാൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ്. എൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഡുക്കിക്കാട്ടാണ്. ഞാനാണ് എൻ്റെ ഫൗണ്ടർ. എനിക്ക് 7-ാം മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലാണ് ഞാനിത് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും എല്ലാവരും ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും കോൺഫിഡൻസ് ഇല്ലാത്ത ടൈമിൽ ആ ഒരു സമയം നോക്കണ്ട, കാര്യങ്ങൾ നോക്കണ്ട, ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി എൻ്റെ 5-ാം വർഷം പ്രൊഫഷണൽ ലൈഫിൻ്റെ 5 വർഷത്തിനുള്ളിൽ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 7-ാം മാസം പ്രഗ്നൻ്റ് സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പം എൻ്റെ മോൾക്ക് 3 മാസം പ്രായമേ ഉള്ളൂ. അപ്പം മോളെ അമ്മേനെ ഏൽപ്പിച്ച വീട്ടിൽ കുറച്ച് നേരത്തേക്ക് ഞാൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് പ്രോഡക്റ്റുകൾ വരുന്നത് സ്പൈസസ് ഉണ്ട്, പിന്നെ അതുകൂടാതെ പൊടികളുണ്ട്, വെളിച്ചെണ്ണയുണ്ട്. എല്ലാം നമ്മുടെ തന്നെ സാധനങ്ങളാണ്. നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓൺ പ്രോഡക്റ്റും പിന്നെ കർഷകരിൽ നിന്ന് നേരിട്ട് പ്രോഡക്റ്റ് എടുത്തിട്ട് ആ പ്രോഡക്റ്റുമാണ് നമ്മൾ ഓൺലൈനിലാണ്, നമ്മുടെ ഓൺലൈൻ ബ്രാൻഡാണ്. അപ്പോൾ നമ്മളിത് സാമ്പിളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബിസിനസ് എന്ന ഒരു ഐഡിയ, അതായത് കർഷക ഉൽപ്പന്നങ്ങൾ ബിസിനസ്, ഇപ്പം നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, എന്തോ ഇടുക്കിക്കാരി ആയതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് മാറിയത്? ശരിക്കും ഒരു ബിസിനസ് തുടങ്ങണമെന്നുള്ളത് MBA പഠിച്ചു കഴിഞ്ഞപ്പം ഓൾറെഡി മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്നപ്പം അവർ ഓൾറെഡി കർഷക ഫാമിലിയാണ്, ഓൾറെഡി ഇത് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ എന്തുകൊണ്ട് ഈ ഒരു ബിസിനസ് കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവലിലോട്ട് എടുത്തുകൂടാ എന്നുള്ളത് ചിന്തിച്ചത്. അങ്ങനെയാണ് നമ്മൾ അടുത്ത് കൊടുത്തുകൊണ്ടിരുന്ന സാധനങ്ങൾ ഓൺലൈനാക്കി മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു ബ്രാൻഡാക്കി ഡുക്കിക്കാട്ട് എന്നത്, അതായത് ഇടുക്കിയുടെ ഒരു ഷോർട്ട് ഫോമും ഓൺലൈൻ കാട്ടിൻ്റെ ഷോർട്ട് ഫോമും കൂട്ടിച്ചേർത്ത് ഡുക്കിക്കാട്ട് എന്നുള്ള പേരിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെയാണെങ്കിലാണെങ്കിൽ കർഷകർക്ക് കറക്റ്റായിട്ടുള്ള ഒരു വില കിട്ടുന്നില്ല. കാരണം ഈ ഇടനിലക്കാരുള്ളത് കൊണ്ട് കറക്റ്റായിട്ട് വില കിട്ടാത്തത് കൊണ്ട്. പിന്നെ ഓൺലൈൻ മാർക്കറ്റിൽ പലതിൻ്റെ റേറ്റ് ഡിഫറെൻ്റ് ആണ്, പല റേഞ്ചിലുള്ള, അത് ഹൈ പ്രൈസാണ് എല്ലാത്തിനും കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള പ്രോഡക്റ്റ്, ക്വാളിറ്റി സാധനം ആൾക്കാരിലേക്ക് അത് കറക്റ്റായിട്ടുള്ള വിലയിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് തുടങ്ങിയ ഒരു ബ്രാൻഡാണ്. അപ്പോൾ എന്താണെങ്കിലും ഒരു വലിയ സക്സസ് ആയിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ചോദിക്കാനുള്ളത്, ഇപ്പോൾ 7-ാം മാസത്തിൽ, പ്രഗ്നൻസിയുടെ 7-ാം മാസത്തിലാണ് ഇങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു അമ്മയാണ്, 3 മാസമുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. അപ്പോൾ ഇതുപോലൊരു വലിയൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ടോ? ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ശരിക്കും ബുദ്ധിമുട്ടുകൾ നേരിടാം. കാരണം 3-ാം മാസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉറപ്പായിട്ട് അറിയാം, കുറേയധികം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ വരുന്ന ടൈമാണ്. ആ ഒരു ടൈമിലും ഇത്രയും കോൺഫിഡൻസോടെ ഇത്രയും സ്മൈൽ ചെയ്ത് എൻ്റെ ബ്രാൻഡാണ് എന്ന ലെവലിൽ ഇത് പ്രൗഡായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദൈവാനുഗ്രഹം, അതുകൂടാതെ തന്നെ ഫാമിലിയുടെ സപ്പോർട്ട്, ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇന്ന് പല യുവ ആളുകളും അല്ലെങ്കിൽ യുവജനങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാനുള്ളൊരു പേടിയാണ്. അപ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു യുവ സംരംഭക എന്ന നിലയിൽ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ശരിക്കും ബിസിനസ് തുടങ്ങാൻ എല്ലാവരും പറയുന്നത് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് തുടങ്ങാൻ പറ്റുന്നുള്ളൂ. പക്ഷേ അത് ശരിക്കും പൈസയുടെ അല്ല. കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. ആറ്റുകാൽ പൊങ്കാലയുടെ ടൈമിൽ നമ്മൾ ബേ ലീഫിൻ്റെ ഒരു കച്ചവടം ഒരു ടീം കൊണ്ടുവന്നത്, 0 ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഒരു പൈസ മുടക്കില്ലാതെ അവർ ആ ബേ ലീഫിൻ്റെ ആ ഒരു ഇല അവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് പൈസ ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. MBAയിൽ ഞാൻ അങ്ങനെ ഒരു ഓക്കെ, നമ്മൾ MBA പഠിച്ച് കഴിഞ്ഞ് ഒരു ബിസിനസ് തുടങ്ങണം, പൈസ ആകട്ടെ, അപ്പോൾ പ്രൊഫഷണൽ ലെവലിൽ 5 വർഷം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞ ഐഡിയ ഉണ്ടോ, പിന്നെ ഒരു കോൺഫിഡൻസ് ആണ്, നമ്മൾ ഉറച്ച തീരുമാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റാരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യം എല്ലാവരും ചിലപ്പോൾ എതിർക്കുമായിരിക്കും, പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ്, നമ്മളിത് നമ്മുടെ ബ്രാൻഡിനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ലക്ഷ്യബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കാണ്, അതിപ്പം യുവതലമുറയെന്നൊന്നും ഇല്ല, ഇപ്പം 60 വയസ്സ് 80 വയസ്സുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ, തുടങ്ങുക, അത്രയേ ഉള്ളൂ. തുടങ്ങി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് തോന്നും. ഒരു MBA കാരിയാണ്, എനിക്കൊന്ന് പ്രൊഫഷണലി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഒരു കാര്യമല്ല, 2 കാര്യമല്ല, 3-4 കാര്യങ്ങൾ ഇങ്ങനെ ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പം ആ ഒരു ജോലിയാണോ അതോ ഈ ഒരു ബിസിനസ്സാണോ കൂടുതൽ സന്തോഷം നൽകുന്നത്? ശരിക്കും പ്രൊഫഷണലി എനിക്ക് കമ്പനി സൈഡിൽ വർക്ക് ചെയ്യുന്നത്, കോർപ്പറേറ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് പാഷനാണ് ബിസിനസ്.
അപ്പോൾ കമ്പനിയിൽ ചോദിച്ചു, എൻ്റെ ഫൗണ്ടർ ഭയങ്കര സപ്പോർട്ടാണ്, സാറ് സപ്പോർട്ടാണ്. അപ്പോൾ സാറ് പറഞ്ഞു നിനക്കൊരു ബിസിനസ് തുടങ്ങണോ സ്റ്റാർട്ട്. അപ്പം ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ച് എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനൊരു ഇൻറ്റേണായിട്ടാണ് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തത്. ഞാൻ ആ കമ്പനിയുടെ CEO ആണ്, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എൻ്റെ മെറ്റേണിറ്റി ബ്രേക്കിൻ്റെ ടൈമിൽ ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഓൺലൈനിൽ എത്തിച്ച് അത് ഒരാളെയും കൂടെ ചേർന്ന് അവർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓ അടിപൊളി. അപ്പോൾ നമ്മൾ കണ്ടെത്തിയത് ഒരു യുവ സംരംഭകയെ തന്നെയാണ്. ഒരുപാട് യുവജനങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആകുന്ന ഒരാളാണ്, ഒരു അമ്മയാണ്, ഒരു പ്രൊഫഷണൽ ജോലി നയിക്കുന്ന ആളാണ്, ഒപ്പം ഒരു സംരംഭകയാണ്. എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതുപോലെ അനേകർക്ക് ഇൻസ്പിറേഷൻ ആകാനും അപ്പോൾ ഈ ഒരു ബ്രാൻഡ് മികച്ചതായിട്ട് കൂടുതൽ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും.